നാട്ടിലെ ഓരോ ജനവും അതിൻ്റെ അനുസരിച്ച് അതേമാതിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കർഷകൻ എന്നുള്ള രീതിയിൽ, ഒരു കുടുംബസ്ഥൻ എന്നുള്ള രീതിയിൽ പല കത്തുമ്പോൾ അതിൻ്റെ ഒന്ന് കഴക്കോട് ഊരിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന കുറേ MLA-മാരുണ്ട്. ഇന്നോ ഇന്നലെയോ കാട് കയറിയവരല്ല, 80 കൊല്ലത്തിലധികമായി ഈ ഇരുൾ നിറഞ്ഞ ജീവിതം. നാളിതുവരെയും സമാധാനത്തോടെ ഉറങ്ങിയ ഓർമ്മയില്ല. വിരുന്നിന് വരുന്ന ജനപ്രതിനിധികളോട് അവർ ആക്രോശിക്കും, ചിലപ്പോൾ അലറിക്കരയും. ഏറ്റവും വലിയ നമുക്ക് ഈ വേനക്ക് വെള്ളത്തിൻ്റെ ആവശ്യം. ഇന്ന് പോലെ ഞങ്ങൾക്ക് വെള്ളമില്ല, അറുപത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ എന്തെങ്കിലും അനുകൂല പ്രതികരണം കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇന്ന വരെ കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തെന്താ, അവരിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ അവർ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു പ്രതിഷേധം വയ്ക്കുവാണെങ്കിൽ അവരെന്തെങ്കിലും നമുക്ക് അടിയന്തര സഹായം ചെയ്തിട്ട് പോവും. ഭരണത്തിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ആര് ഭരിച്ചാലും നമുക്ക് എല്ലാം ഒന്നുപോലെയാണ്. നമ്മൾ ആരെയും ഒന്നും പറയാൻ തയ്യാറില്ല. കാരണം ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാരും ഇനി കയറുന്ന ആൾക്കാരും അവരെല്ലാം ഇതേ ഒരേ മൈൻഡല്ലേ. കണ്ണായി വളർത്തിയ വിളകൾ ചവിട്ടി മെതിച്ചു പോകും. രാത്രി ഉറങ്ങാതെ കാവലിരിക്കും. പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇനി ആരോട്? 2 വീട്ടുകാർ കുടിക്കുന്ന വെള്ളമാണ്. ഈ പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിലാണ് വെള്ളമുള്ളൂ. അവർ പറഞ്ഞ് കുളം നന്നാക്കി തന്നേക്കാം, എൻ്റെ തൈലം കെട്ടി തന്നേക്കാം എന്ന് പറയുന്നു. അവർ ഭരിക്കുന്നു, നമ്മളവർ പറയുന്നത് അംഗീകരിക്കുന്നു. അതുപോലെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഭരണം അവരുടെയാണല്ലോ. വോട്ടിനും ബാധിക്കും. അതനുസരിച്ച് വോട്ടുണ്ടാവുള്ളൂ. നിസ്സഹായരാണ്, നിഷ്കളങ്കരാണ്. പറഞ്ഞു പോകുന്ന വാക്കുകൾ പതിവായി വിശ്വസിക്കും. ആ വിശ്വാസവും പാഴാകുന്നെന്നറിയാതെ. ആനശല്യം രൂക്ഷമായ ഒരു മേഖലയാണത്. സർക്കാർ എന്നാ പറയാനാ, അവരെ പല വാഗ്ദാനങ്ങളാണല്ലോ ചെയ്യണത്. അല്ലാതെ നമുക്ക് ഇതുവരെയായിട്ടൊന്നും കിട്ടിയിട്ടില്ല. വോട്ട് ചോദിച്ച് ആരും വന്നിട്ടില്ല ഇതുവരെ നിലവിൽ. കാരണം വോട്ട് ചോദിച്ച് തന്നിട്ട് വേണമല്ലോ നമുക്ക് കാര്യങ്ങൾ പറയാൻ. ഇനിയിപ്പോൾ വരുമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ശരിക്കും വൈറലായല്ലോ. ആനപ്രശ്നത്തിന് ഒരു വരിക ഉണ്ടാവില്ല. അത് ആ വനത്തിൻ്റെ അവിടെ പെൻസിലിങ് സ്ട്രോങ് ആവാതെ ഇവിടുത്തെ ആനപ്രശ്നം തീരില്ല. വോട്ടല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഥാന്ത്യത്തിൽ വോട്ട് കൂട്ടാനുള്ള കാട്ടിക്കൂട്ടലുകൾക്കപ്പുറം ഒരു കനിവുമുണ്ടാകില്ലെന്ന് കരുതിയാണ് ഈ കലഹം. പാതി വെള്ളത്തിലൊരു മിണ്ടാപ്രാണി ജീവനായി പിടയുമ്പോൾ പ്രതിഷേധിച്ചവരെ ഇവരെന്ത് മനുഷ്യരെന്ന് ചോദിച്ച് വിമർശിച്ചവരാണ് കൂടുതലും. പക്ഷേ സ്വന്തം മണ്ണിൽ, ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ഒരു കൂട്ടം ആളുകളുടെ ഭയത്താൽ ഉള്ളിൽ തളം കെട്ടിയ രോഷമാണ് അത് ഈ കോട്ടപ്പടിയിലോ കോതമംഗലത്തോ ഒതുങ്ങുന്നതല്ല. കേരളം മുഴുവൻ വ്യാപിക്കും. മലയോരത്ത് വീഴുന്ന ഓരോ വോട്ടിലും ആ പ്രതിഷേധം പ്രതിഫലിക്കും. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.